ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണഗാഥ തുടർച്ച. വേണുന്ന കാര്യങ്ങൾ സാധിച്ചു കൊള്ളുവാൻ ചീണുറ്റു നിന്നു തോണപ്പതിനായി പാരാതെ പിന്നെ ഞാൻ പാരിന്നു പൂരിച്ച ഭാരത്തെ തീർത്തു താളത്തുനന്നായി വേദിനെ തന്നെ വേദന പോക്കുവൻ ഖേദിക്ക വേണ്ടായി നിങ്ങളാരും. വാനവരെല്ലാരും എന്നതു കേട്ടപ്പോൾ വാരിജ സംഭവം താനുമായി വേദിനെ തന്നെ ഖേദത്തെ തീർത്തുടൻ മേളത്തിൽ പോയങ്ങു വിണ്ണിൽ പുക്കാർ. ശ്രീമധുരാപുരി എന്നൊരു നാമമായി ശ്രീമതിയായൊരു രാജധാനി യാദവന്മാർക്കെല്ലാം ആകാരമായി നിന്നാദിയിലുണ്ടായി പണ്ടുപാരിൽ. നാഗികൾക്കെല്ലാം അങ്ങാകാരമായൊരു നാഗമഹാപുരി എന്ന പോലെ സ്വർപ്പദം തന്നിലുള്ള ആശയുണ്ടായി വരാ അപ്പുരി തന്നിലിരിപ്പോർക്കെന്നും നന്ദനം തന്നെ നിന്ദയെ ചെയ്യുമം മന്ദിരേ നിന്നഴും നിഷ്കുടങ്ങൾ നിർജ്ജര ദീർഘിക തന്നുള്ളിലേറുന്ന ലജ്ജയെ ചേർക്കുമീ ദീർഘികകൾ. ധർമ്മിഷ്ഠരായോരെ ചിന്തിച്ചു കാൺകിടോ ധർമ്മജൻ ശീലവും തന്മകോലും. ആയങ്ങൾ കാണുമ്പോൾ തോയാകരൻ തന്നിൽ പായുന്ന വന്നദീജാലം പോലെ സ്വർണൗഘം തന്നെ തിന്മയെ കാണുമ്പോൾ തിണ്ണമൊന്നഞ്ചുമം മേരുശൈലം. ദാനങ്ങൾ കാണുമ്പോൾ വാനവദാരുക്കൾ ഹീനങ്ങളായി വരും ദീനങ്ങളായി. വീരരായുള്ളോർ തൻ വീരത കാണുമ്പോൾ നേരായോരില്ല ഈ പാരിലാരും. വിദ്യകൾ കൊണ്ടുള്ള വേലകൾ കാണുമ്പോൾ വിസ്മയം കോലുമധുർജടിയും. അസ്ത്രങ്ങൾ കൊണ്ടവർ അഭ്യസിച്ചിടുമ്പോൾ എത്രയും പാഴ്പ്പെടും ഭാർഗവനും. കാമുകന്മാരുടെ കാന്തിയെ കാണുമ്പോൾ കാമനും ചെഞ്ചമ്മേ അഞ്ചുമീറ്റം. മാനിനിമാരുടെ മാൺപിനെ കാൺകിലം മേനക ദീനയായി നാണുമപ്പോൾ